ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കൽവിളക്ക് കൊളുത്താനായി ചെറിയ ദീപങ്ങളുമായി നിൽക്കുന്ന അവന്തികയും അർച്ചനയുമാണ്. അങ്ങനെ അവർ രണ്ടാളും കൽവിളക്കിൻ്റെ അടുത്തെത്തുമ്പോൾ കാറ്റ് വീശുകയാണ്. അങ്ങനെ അവന്തികയുടെ ദുഷ്ടമനസ്സ് പോലെ തന്നെ ആ ദീപം അണഞ്ഞു പോകുന്നു. എന്നാൽ അർച്ചനയുടെ ദീപം അണയാതെ നിൽക്കുകയാണ്. തുടർന്ന് അർച്ചന തൻ്റെ വിളക്കിൽ നിന്നും ആ കൽവിളക്കിലേക്ക് തീ പകരുന്നതാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് തിരുമേനി പൂർണ്ണ കലശമെടുത്ത് അർച്ചനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവിടെ 3 പ്രദക്ഷിണം ചെയ്യണമെന്നും അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നും, ഒരു തവണ കലശം കയ്യിലേറ്റിയാൽ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല, നാമജപങ്ങൾ മാത്രം വേണം മനസ്സിലെന്നും തിരുമേനി പറയുന്നു. സച്ചിയോടും അർച്ചനയുടെ കൂടെ തന്നെ പ്രദക്ഷിണം ചെയ്യാനായി തിരുമേനി പറയുകയാണ്. അങ്ങനെ അർച്ചനയും സച്ചിയും കൂടി പ്രദക്ഷിണം ചെയ്യാൻ നേരമെല്ലാം പാണ്ഡ്യനും മൂർത്തിയും സംഘവും അവിടെ മാറി നിന്ന് ഇവരെ ശ്രദ്ധിക്കുകയാണ്. ഇതെല്ലാം സച്ചി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഗുണ്ടകൾ ഒരാൾ അർച്ചനയുടെ നേരെ പാഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ സച്ചി അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് തന്നെ അയാൾ ഒരു പാറക്കല്ലിൽ തട്ടി താഴേക്ക് വീഴുന്നു. തുടർന്ന് സച്ചി വീണ്ടും അർച്ചനയുടെ അടുത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ പാണ്ഡ്യനും സംഘവും കൂടി വന്ന് സച്ചിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ഈ കാഴ്ചയെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. അർച്ചനയുടെ പൂജ മുടക്കാം എന്ന് കരുതി അവന്തിക അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ പൂജയിൽ കുട്ടിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് മാറി നിൽക്കാനും തിരുമേനി പറയുന്നു. ഇതുകൂടി കേൾക്കുമ്പോൾ അവന്തികയ്ക്ക് ദേഷ്യം കൂടുകയാണ്. തുടർന്ന് അവന്തിക മൂർത്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിന്നെയൊന്നും ഒരു കാര്യം ഏൽപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ല, ഒന്നും വൃത്തിയായിട്ട് ചെയ്യാൻ നിന്നെക്കൊണ്ടൊന്നും ആകില്ലെന്നും അവന്തിക പറയുമ്പോൾ ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടോളാൻ മൂർത്തിയും പറയുന്നു. പിന്നീട് കാണിക്കുന്ന പൂർണ്ണ കലശവുമായിട്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രദക്ഷിണം ചെയ്യുന്ന അർച്ചനയും തിരുമേനിയുമാണ്. സച്ചിയെ കാണാത്തത് കൊണ്ട് തന്നെ ടെൻഷനോടെ അർച്ചന തിരിഞ്ഞു നോക്കാൻ ഒരുങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ലെന്നും നാമജപങ്ങൾ മാത്രമാണ് വേണ്ടതെന്നും തിരുമേനി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഭ്രാന്ത് തന്നെയാ, നിങ്ങളുടെ ഭ്രാന്ത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡ്യൻ്റെ ഗുണ്ടകളിലൊരാൾ സച്ചിയെ കുത്താനായി കത്തിയെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു വെടിയൊച്ചയുടെ ശബ്ദം കേൾക്കുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തോക്കുമായി നിൽക്കുന്ന ഗിരിധരനെയാണ്. ഗിരിധരന്റെ കൂടെ തന്നെ രാത്രി അവർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ആളുമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ തോക്കുമായി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയും സച്ചിയുടെ കെട്ടഴിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഗിരിധറും സച്ചിയും രാത്രിയിൽ വന്ന അയാളും കൂടി ഗുണ്ടകളെല്ലാം തല്ലി ചതയ്ക്കുന്നതാണ്. ഇവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ലെന്നും പോലീസിൽ ഏൽപ്പിക്കണമെന്നും സച്ചി പറയുമ്പോൾ അവിടെ ഇപ്പോൾ പൂജ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവന്മാരെ ഇപ്പോൾ ഇവിടെ കെട്ടിയിടാമെന്നും പൂജയ്ക്ക് ശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്നും ഗിരിധരൻ്റെ കൂടെ വന്ന ആൾ പറയുകയാണ്. അതേസമയം ഇതിനെല്ലാം സാക്ഷിയായി ചിദംബരത്തിൻ്റെ ആത്മാവും അങ്ങോട്ടേക്ക് എത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യാനായി എത്തിയിരിക്കുന്ന അർച്ചനയാണ്. എൻ്റെ സച്ചിയേട്ടനൊന്നും സംഭവിക്കല്ലേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുകയാണ് അർച്ചന. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും കുട്ടിക്കുണ്ടെന്നും ഇനിയും വെച്ച് താമസിക്കേണ്ട, അഭിഷേകം നടത്താനായി തിരുമേനി പറയുന്നു. അങ്ങനെ അർച്ചന എന്തു ചെയ്യുമെന്നറിയാതെ വിഷമത്തോടെ നിൽക്കുമ്പോഴേക്കും അർച്ചനയെന്ന് വിളിച്ചുകൊണ്ട് സച്ചിയും ഗിരിധറും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചിയെ കാണുന്ന അർച്ചനയ്ക്ക് സന്തോഷമാകുന്നു. അങ്ങനെ അർച്ചന ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുന്നു. ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. ബാക്കിയുള്ളവരെല്ലാവരും സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സച്ചി ഗിരിധരനോടും മറ്റും നന്ദിയും യാത്രയും പറഞ്ഞുകൊണ്ട് അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ അവന്തിക മനസ്സിൽ പറയുകയാണ്, അങ്ങനെ എല്ലായിടത്തും ഇവൾ ജയിച്ചാൽ അത് പറ്റില്ലല്ലോ, ഇവളുടെ ഈ സന്തോഷം ഞാൻ എങ്ങനെയെങ്കിലും കെടുത്തിയിരിക്കും. അങ്ങനെ തിരുമേനി പറയുകയാണ്, പൂജകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു, സർവ്വഗുണ സമ്പന്നനായ ഒരു കുട്ടി തന്നെ നിങ്ങൾക്ക് പിറന്നിരിക്കും. നിങ്ങളുടെ കുട്ടിയുമായി നിങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വരണം, കുട്ടിക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തിരുമേനി പറയുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, ആദ്യമേ ഇവൾ ഗർഭിണിയാകട്ടെ, എന്നിട്ട് കുട്ടി ജനിക്കണോ വേണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.